അതുപോലെ വേർത്ത് ഇതെല്ലാം കൂടെ കണ്ടപ്പോ എന്റെ പിടി കിട്ടു മനസ്സിലായോ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായോ? ഡയലോഗുണ്ട്. ഞാൻ ഈ കഷ്ടപ്പെട്ടുള്ള കൗണ്ടറൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് ഉണ്ടാക്കിച്ചെന്നാണ് ഈ അടിക്കുന്നത്. പ്രാവശ്യം 15 അടിച്ചു. ഫ്ലോറിനെ അത് വരിക. നീ എന്ത് പുല്ലാണ് പിന്നെ ഒട്ടിച്ചത് അതുപോലത്തെ സ്കിറ്റ് ഈ സാധനം കൊണ്ടൊക്കെ ഞാൻ പാഞ്ഞു അത് ഫുള്ള് അടിപൊളിയായിട്ട് കിട്ടുന്ന സാധനം എന്നെ കീറി നാശിപ്പിച്ച് ഒട്ടിച്ച് വെച്ച ആൾക്കാർ എന്നെ ബസ്സെന്നൊക്കെ വിളിക്കുന്നു വെട്ടിലെ എല്ലാം അതെന്നെ സംഭവം അറിയാമോ? ഇതൊക്കെ ഞാൻ സ്റ്റാൻഡപ്പ് ഓർത്തില്ല ആദ്യത്തെ. ഈ മനുഷ്യൻ ഞാൻ ഈ പുറമെ ഒന്നും അങ്ങനെ ലുലുമാളോ അല്ലെങ്കിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പിള്ളേർ ചോദിച്ചു, പിള്ളേർ അച്ഛാ ഞങ്ങളെ ഈ ലുലുമാളിലൊക്കെ ഒന്നുകൊണ്ട് കറക്കാവോ അച്ഛനെ ചോദിച്ചു. അപ്പൊ എന്നോട് റെഡി എന്റെ പൈസ ഒന്നും അറിയില്ല, കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പൊ ചെന്ന് കഴിയുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പുള്ളേ തള്ളയൊന്നും ഇങ്ങനെ പറയരുത്, അറിയില്ലല്ലോ പിന്നെ ഒന്നും പറയത്തില്ല. അപ്പൊ ചെന്നപ്പോഴത്തേക്കും മുകളിലായിട്ട് കുറെ കളിക്ക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാറും അതും ഇതും മറ്റേതൊക്കെ. അപ്പൊ ഇതിന്റെ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ അതിന്റെ മുന്നിൽ പോയിട്ട് എന്തെങ്കിലും വരും. ഞാൻ പോരാട്ടെ വഴക്ക് പറയും. നിങ്ങളെ ഞാൻ ഇതൊന്നുമല്ല, ഇതിനും വലിയൊരു ഐറ്റം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മക്കൾക്ക് കയറാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ശരി, അപ്പൊ ഞാൻ സെറ്റ് ചെയ്യും, കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഓടി അങ്ങോട്ട് കൊണ്ടുവന്ന് നിലത്ത് വെക്കും. അത് പിള്ളേരെല്ലാം കയ്യെ പിടിച്ച് ഒറ്റ കയറ്റം എസ്കലേറ്റർ മുകളിലോട്ട് നടക്കുക. ഇത് സംഭവം എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ എന്റെ നാളെ എന്തോ കളിക്കുന്ന സാധനമാണെന്നാ, ഞാനൊന്നും കണ്ടിട്ടില്ല. അത് ഞാൻ താഴെ നിൽക്കും, ഇയോ ഉടനെ എസ്കലേറ്റർ ഒക്കെ വെച്ചിരുന്നു, ഓടി മുകളിച്ചിട്ടും അടിപ്പാവിച്ച് പിള്ളേരെ പിടിച്ച് അതേ പറ്റും. അവിടെ നേരെ ഇവിടെ വരും, ഈ കയറ്റം ഇറക്കും കയറ്റം. അപ്പൊ ഞാനെന്താ കളിക്കുന്ന സാധനം എന്നോട് വെച്ച് കയറും. ഇവന്റെ എനിക്ക് പേടിയില്ല, ഞാൻ കയറുന്നില്ല മുണ്ട വെറുതെ വെള്ളം മുണ്ട്. അപ്പൊ ഈ എസ്കലേറ്റർ സൈഡിൽ റാണി ഇരിപ്പുണ്ട്. എസ്കലേറ്ററാണ് പോവുക. ഈ പുള്ളി ഒന്നും നോക്കും, പുള്ളി ഒന്ന് തറുമാതിച്ചിരിക്കുക, കളിച്ച് ചെത്തിച്ച് പിന്നെ മുഴുകിയിരിക്കുക. മുണ്ടവിടെ ഇരിക്കുക, ഇയാൾ അവിടെ കുറച്ച് അപ്പുറം പോയി, മുണ്ടവിടെ ഇരിക്കുക. ഈ എസ്കലേറ്ററിൽ ആ എസ്കലേറ്ററിന് അപ്പുറം ഇറങ്ങി വരും. അപ്പൊ നമ്മുടെ അയലോക്കത്തുള്ള കുറെ ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഉടനെ അയ്യോ നമ്മുടെ രതീഷേന്നല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അതേപോലെ ഉടനെ എന്നെ ഷഡിപ്പുറത്തേക്ക് വെട്ടില്ല വെള്ളമുള്ള ഷഡിയൊക്കെ നിൽക്കുക ഈ മനുഷ്യൻ. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പുള്ളി വലിയ പുള്ളിയാ, നമുക്ക് ഈ ലോകം അറിയത്തില്ല, ഞാൻ അറിയാം. അപ്പൊ ഇയാൾ വലിയ പുള്ളിയാ ഇതിനകത്തല്ല. അപ്പൊ ട്രെയിനൊക്കെ പിള്ളേർ എന്റെ അടുത്ത് ജാടയാ ഭയങ്കര. ഞാൻ വലിയ പുള്ളി, ഞാൻ കാരണമാണ് ഈ ട്രെയിനിൽ കയറിയ ഒരു അഹംഭാവം അതുണ്ട്. അപ്പൊ ആ ട്രെയിൻ പോവാ, പോകാൻ നിൽക്കുക. അപ്പൊ രക്ഷയുടെ പിള്ളേർ അച്ഛൻ ഞങ്ങൾ ജ്യൂസ് മേടിച്ചു തരും, ചെറിയ ജ്യൂസ് മതി. ഞാൻ നോക്കും, ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ഓടി ട്രെയിൻ പോവാ, ട്രെയിൻ എടുത്ത് വന്ന് ട്രെയിൻ എടുത്ത് ഞാൻ ഓടി കയറി. അപ്പൊ ഞാൻ ചേട്ടായി കയറി, ഇയാൾ കേൾക്കുവോ? ചാട്ടി കൂടെ കയറി, അതങ്ങോട്ട് വിട്ടുപോയി. ജനശതാബ്ദിയോ അങ്ങ് വിട്ട്. പിന്നെ എനിക്ക് പോകാൻ സ്ഥലം അറിയത്തില്ലല്ലോ. എങ്ങോട്ടാ കല്യാണത്തിൽ പോയി എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരാണ്. ഞാൻ പിന്നെ അവിടെ മക്കളെ അങ്ങോട്ട് ഇറങ്ങി. ദൈവകുറത്ത് തന്നെ മേടിച്ച് 150 രൂപ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല.